ഇത് സുനിൽ ബ്രോ കുറച്ച് ദിവസത്തേക്ക് കുവൈത്തിൽ നിന്ന് ലീവിന് വന്നതാണ്. ഇതിനു മുമ്പ് മൂന്നാർ യാത്രയിൽ എൻ്റെ കൂടെ നിങ്ങൾ കണ്ടു കാണും. കൂടെ നിസാമുണ്ട് കേട്ടാ. ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അതിരപ്പള്ളി റൂട്ടിലുള്ള സിൽവർ സ്റ്റോമിലേക്കാണ്. ഇപ്പോൾ ടൈം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഈ റൂട്ടിലൂടെയുള്ള യാത്ര റിസ്ക് ആണെന്നറിയാം. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ലേറ്റായി പോയതാണ്. വഴിയിലെ ആളുകളും വണ്ടികളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ആനയുടെ ബോർഡ് കാണുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും ഞങ്ങൾ സേഫ് ആയിട്ട് 7 മണിയോടുകൂടി സിൽവർ സ്റ്റോമിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു തന്നു. സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിന് തൊട്ട് മുമ്പേ ആണ്ടത്. ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കണം. സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അതിനോട് ചേർന്ന് ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ്. ഫാമിലിക്കും കപ്പിൾസിനും അനുയോജ്യമായിട്ടുള്ള 8 റൂമുകളാണ് ഇവിടെയുള്ളത്. റിസോർട്ടിനുള്ളിലേക്ക് കയറി പാടെ റൈറ്റ് സൈഡിലായിട്ടാണ് റിസപ്ഷൻ വരുന്നത്. അവിടെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഗാർഡനും ലൈറ്റ് അറേഞ്ച്മെന്റും ഒക്കെ ആയിട്ട് അടിപൊളി ആംബിയൻസ് ആണ് റൂമിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ TV, ഫാന്, AC, കബോർഡ്, ചായ്, കോഫി, അമേനിറ്റീസ്, വലിയ ബെഡ്, സോഫ ഒക്കെ ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഉള്ള ഒരു ടോയ്ലറ്റ് സൗകര്യവും നമുക്ക് ഇവിടെ ഉണ്ട്. നിസാമ് കുളിക്കാനുള്ളത് അടുപ്പിലാണ്. എത്ര ദിവസത്തിന് ശേഷം കുളിക്കണേ? ഇരുട്ടുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നല്ല മാര ചവിട്ട് ഓട്ടിയിട്ട് വന്നത്. ഞങ്ങൾ നന്നായി വറുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിക്കാൻ രക്ഷയില്ല. ഞങ്ങൾ ഓരോരുത്തരായി കുളിച്ച് നിസ്കരിച്ച് അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ചായയും കോഫിയും വന്നിട്ടാ. റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കണ്ട സിൽവർ സ്റ്റോമിൻ്റെ ഉള്ളിൽ രാത്രിക്കലത്തെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ. ഞാൻ ആദ്യമായിട്ടാണ് സിൽവർ സ്റ്റോമിൽ. നിസാമ വന്നിട്ടാ. നമ്മുടെ സുനിൽ ബ്രോ എല്ലാ കൊല്ലം വരാറുണ്ട് കേട്ടോ. വെക്കേഷൻ ടൈമിൽ ഇവിടെ വന്ന് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് പോകാറുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂമിൽ ഫുഡ് കൊണ്ടുവരും. രാവിലെ 10 മണിക്കായിരിക്കും ഈ സിൽവർ സ്റ്റോമിലത്തെ റൈഡുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ അതിന് മുമ്പ് അതിരപ്പള്ളിയിലൊക്കെ ഒന്ന് പോയി 10-12 കിലോമീറ്റർ ഇവിടെ നിന്നുള്ളൂ. അപ്പോൾ അവിടെ പോയി കറങ്ങിയിട്ടായിരിക്കും ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടുത്തെ സിൽവർ സ്റ്റോമിലത്തെ റൈഡുകളിൽ കയറുക. ഓക്കെ, എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി ഇവിടെ വന്നിട്ട്. ആദ്യമായിട്ടാണ് സിൽവർ സ്റ്റോമിൽ. എന്നാലും രാത്രി വന്ന് ഇവിടെ താമസിച്ച് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. അപ്പോൾ അതാണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ന്യൂ അട്രാക്ഷൻസിൻ്റെ പേരുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അക്വാ ലൂപ്പ് സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറസ്റ്റ് വില്ലേജ് എന്നൊരു സെറ്റപ്പ് വരുന്നുണ്ട്. റൂമിനോട് ചേർന്നുള്ള കഫേ ലോഞ്ചിലാണ് ഞങ്ങൾക്കുള്ള ഡിന്നർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബഡീസ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. ഫുഡ് ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള പൊറോട്ട ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, ബീഫ് മസാല ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നറുള്ള ഐറ്റംസ്. അപ്പോൾ ഇത് തീർത്തിട്ട് അടുത്ത വിശേഷവുമായിട്ട് ഞാൻ വരാം. ഭക്ഷണം കഴിച്ച് റൂമിൽ കയറാൻ നേരെ മഴ പെയ്തുകൊണ്ട് നിസാം പുറത്ത് വെച്ചിരുന്ന ഞങ്ങളുടെ സൈക്കിളൊക്കെ എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റൂമിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ദിവസത്തോട് വിട പറഞ്ഞുകൊണ്ട് കൂർക്കം വലി അങ്ങോട്ട് തുടങ്ങി. ഗുഡ് മോർണിംഗ്. അടിപൊളിയായിട്ട് കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 ആൾക്കൊക്കെ കിടന്നുറങ്ങാൻ പറ്റും ഈ ബെഡില്. പക്ഷേ നമ്മുടെ സുനിൽ ബ്രോ നന്മയുള്ള ലോകമേ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരുടെ താഴത്ത് കിടന്നിട്ടോ. അപ്പോൾ ഞാൻ നിസാമും മേലെ കിടന്നു. ഡെന്റൽ കിറ്റൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 2 ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചോദിച്ചു കൊടുത്തിട്ടുണ്ട്. നിസാമ് പല്ല് തേക്കുന്നുണ്ട്. ഇത് തേക്കി കൊണ്ടോ ബ്രഷ് കഴിഞ്ഞ കഴിഞ്ഞിട്ട് അതോടെ വെക്കും. അത് എൻ്റെ ഡെന്റൽ കിറ്റിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു ബ്രഷ്, ആങ്കറിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ട്. അത് ഞങ്ങൾക്കുള്ള ചായ വന്നിട്ടോ. താങ്ക് യു. രാവിലെ തന്നെ നമുക്കൊരു ചായ കൊണ്ടു തന്നിട്ടാ. അതൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തിരിക്കണം. റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള സിറ്റിംഗ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഗാർഡനൊക്കെ ആയിട്ട് അടിപൊളി വൈബാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതിരപ്പള്ളിക്കുള്ള മെയിൻ റോഡ് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഞങ്ങൾ രാവിലെ എണീറ്റ് അതിരപ്പള്ളിക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എണീക്കാൻ നേരം വൈകിയതുകൊണ്ട് ഇനി പോകണില്ല. ഇപ്പം ഞങ്ങൾ പോകുന്നത് അടുത്ത് തന്നെയുള്ള വെറ്റിലപ്പാറ പിടിച്ചിൻ്റെ താഴേക്കാണ്. ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം ചിലവിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും റിസോർട്ടിലേക്ക് പോകണ്ട. അവിടെ താഴെയായിട്ടാണ് നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. ഇതാണ് സിൽവർ സ്റ്റോം റിസോർട്ടിൻ്റെ നമ്പർ കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ഇവിടെ താമസിക്കുക വരണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മളപ്പോൾ ഇന്നലെ റൂമിൻ്റെ അടുത്തുള്ള കഫേയിലാണ് നമ്മൾ ഇന്നലെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇന്ന് നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. റൂമിലേക്ക് വേണമെങ്കിൽ ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു. പക്ഷെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചു. ഇവിടെയും സീറ്റിംഗ് ഉണ്ട്, ആ സൈഡിൽ സീറ്റിംഗ് ഉണ്ട്. വലിയൊരു സീറ്റിംഗ് ഏരിയ തന്നെ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് വന്നിട്ടുണ്ട്. സാമ്പാർ, ചട്നി. നിസാമിനുള്ള വന്നിട്ടില്ല. നിസാമ കാരണം ആകെ വിഷമത്തിലാണ്. എന്താടാ ദോശയുടെ മേൽക്കൂരയാണ് നിസാമ് തകർത്തത്. സംഭവം നിസാമിന് ഭക്ഷണം വരാത്ത കാരണം നിസാമ് ഇതിന് കുറേ എടുത്ത് തിന്നിട്ടാ. ഇവിടെ ഒന്ന് സമാധാനമുണ്ട്. എൻ്റെ ചപ്പാത്തി ഉണ്ടാ. നിസാമ് പൊറോട്ടനാണ് രാത്രി കഴിച്ച പൊറോട്ടനാണ്, ഇപ്പം കഴിക്കാൻ പൊറോട്ട. ഇപ്പം സമാധാനമായില്ലേ? എൻ്റെ വന്നപ്പോൾ നിസാമിൻ്റെ വന്നപ്പോൾ സമാധാനമായില്ലേ? ഇനിയിപ്പോൾ അതിൽ നിന്ന് എടുക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടക്കറി കണ്ടുള്ളത്.
ആദ്യം നിന്നുള്ള മുട്ട എനിക്കാണ് നിസാമത്ത് തന്ന ഒരു മാതൃകയായിരിക്കുകയാണ്. ഫുഡൊക്കെ അത്യാവശ്യം കൊള്ളാം കേട്ടോ. മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ട്, ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് പൊറോട്ട? സൂപ്പർ പൊറോട്ട. അതുപോലെ ഗീ റോസ്റ്റ് ഉണ്ട്. ദോശയിൽ ഒരു ചെറിയ കുറവുണ്ട്, നെയ്യുണ്ട്. ഗീ റോസ്റ്റ് ആണ്, ഗീ റോസ്റ്റിൽ ഗീ ഉണ്ടെന്ന് പറയണേ, അതിൻ്റെ കുറവുണ്ട്. ഞങ്ങളപ്പോൾ സിൽവർ സ്റ്റോമിലത്തെ മെയിൻ സംഭവമായിട്ടുള്ള റൈഡുകളിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ആദ്യം തന്നെ സ്നോയിൽ കയറാനുള്ള പരിപാടിയാണ്. സ്നോയിൽ കുറച്ച് ഡ്രൈ ആയിരിക്കണം, അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ സ്നോയിൽ കയറാം. അല്ലെങ്കിൽ പിന്നെ വാട്ടർ ഗെയിംസിലൊക്കെ കയറി നമ്മൾ എന്തായാലും നനയുമല്ലോ. ഞങ്ങൾ നഗ്നപാതരായിട്ടുണ്ട് പോകണം, കാലിൽ ഒന്നുമില്ല. പക്ഷേ ഷോക്സ് എടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ സ്നോയിൽ കയറുമ്പോൾ ഷോക്സ് വേണമെന്ന് പറഞ്ഞു. ഷൂസ് അവിടെ ഉണ്ടായിരിക്കും, അപ്പോൾ ഷോക്സ് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ നിന്ന് മേടിക്കേണ്ടി വരും. ഇന്നലെ ഞങ്ങൾ ഇവിടം വരെയൊക്കെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റാ 360 എടുത്തിട്ടുണ്ട് ഞാൻ. റൈഡുകളിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. നമുക്ക് സ്കൂൾ കുട്ടികളെ കാണുന്നുണ്ട് ഇവിടെ. അതിൻ്റെ അടുത്ത് തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ കാണുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കോംബോ ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡൽട്ട് 850 രൂപ പ്ലസ് 550. അത് സ്നോക്കാണ് 550. വാട്ടർ തീം പാർക്കിൽ 850. അങ്ങനെ റേറ്റുകളൊക്കെ അതിനോട് ചേർന്ന് ഇവിടുത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ സീസൺ 10:30 to 7 PM ആണ്. ഓഫ് സീസണിൽ 11 to 6:30. ടിക്കറ്റ് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. 3 ആൾക്കുള്ള എൻട്രി ആണത്. കോംപ്ലിമെൻ്ററി കൂപ്പണാണ്. സ്നോ സ്റ്റോമിൽക്കുള്ളതുണ്ട്, സിൽവർ സ്റ്റോമിൽക്കുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറുന്നത് സ്നോ സ്റ്റോമിലേക്കാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ റിസപ്ഷൻ ഓർഡർ ഉണ്ട്. ഇവിടെ നമുക്ക് റെഡി ആവാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോക്സ് ഇടണം, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഡ്രസ്സിങ് ആയിരിക്കും നമുക്ക് തരാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇടാനുള്ള പാൻറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് ഇടാനുള്ള ഷൂസ് ഇവിടെ ഉണ്ട്. ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. ആദ്യം ഒരു കവർ ഇട്ടതിന് ശേഷമാണ് ഗ്ലൗസൊക്കെ ഇടുന്നത് ഇടേണ്ടത്. അതുപോലെ തന്നെ ഷോക്സ് നിർബന്ധമാണ് നമ്മൾ ഷൂ ഇടുമ്പോൾ. ഇന്നിവിടെ ഒരുപാട് സ്കൂൾ കുട്ടികൾ കാണുന്നുണ്ട് കേട്ടോ. അവർക്ക് ചിലപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കാം. ഡ്രസ്സിങ്ങിന് ശേഷം സ്നോയിൽ കയറുന്നതിന് മുമ്പായിട്ട് തണുപ്പ് കൂടിയൊരു ചേമ്പറിനകത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരും. അതിനുശേഷം മാത്രമാണ് സ്നോയിലേക്ക് കടത്തിവിടുക. എല്ലാ റൈഡുകളും ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് 20 മിനിറ്റിൽ സ്നോഫോളും DJയും എൻജോയ് ചെയ്യും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയാൽ ആൾക്ക് സ്റ്റാഫ് ഉണ്ട്, അവരോട് പറയാം. നമുക്ക് ഏത് ടൈമിലും പുറത്തിറങ്ങാവുന്നതാണ്. റീ എൻട്രി ഉണ്ടായിരിക്കുന്നതാണ്. 1000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു സ്നോ പാർക്കിന്റെ വലുപ്പം. -10 ഡിഗ്രി സെൽഷ്യസിൽ മഞ്ഞ് നിറഞ്ഞ ഇവിടുത്തെ അന്തരീക്ഷം നമ്മളെ കാശ്മീരോ മണാലിയിലോ ഉള്ള താഴ്വരകളിലേക്ക് നിമിഷ നേരത്തിനുള്ളിൽ കൊണ്ടുപോകുന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ എത്തുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് റൈഡുകൾ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും ആദ്യം തന്നെ അതിൽ കയറിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ റൈഡിൽ കയറിയിരിക്കുകയാണ്. നിസാം ബ്രോ കയറിയിട്ടുണ്ട്, അടുത്ത സുനിൽ ബ്രോ കയറണം. എൻ്റെ റൈഡ് ഇൻസ്റ്റാ360 ക്യാമറയിലാണ് ഞാൻ പകർത്തി കേട്ടോ. അടുത്തതായിട്ട് ഒരു ടയറിനുള്ളിൽ ചന്തി ഉറപ്പിച്ചിരുന്നതിന് ശേഷം ഊഞ്ഞാല് പോലെ കറങ്ങുന്നൊരു ഏർപ്പാടായിരുന്നു. എന്തായാലും ഫണ്ണായിരുന്നു 2 റൈഡും. അതിനുശേഷം ഞങ്ങൾ കയറ് കൊണ്ട് മെടഞ്ഞെടുത്തൊരു തൂക്കുപാലത്തിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഇറങ്ങി. ഫോട്ടോ എടുത്ത് അർമാദിക്കാൻ ഒരുപാട് സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഒക്കെ നിന്നുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടുത്തെ സ്പെൻഡിങ് ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. അത് ഏകദേശം ആയി കഴിഞ്ഞു. അവസാന ഇനമായിട്ടുള്ള DJ വിത്ത് സ്നോഫാളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ക്ലോത്ത്സുകളൊക്കെ നമ്മൾ ഊരിക്കൊടുത്തു. പഴയ നിലയിലായിരിക്കേണ്ട സ്റ്റോമിൻ്റെ ഉള്ളിലേ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രിൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു പ്രിൻറ്റിന് 200 രൂപയാണുള്ളത്. നല്ല അടിപൊളി ഫോട്ടോ കിട്ടും. ഇതുപോലെ സ്റ്റോമിൻ്റെ ആൽബമായിട്ട് നമുക്ക് കിട്ടും. അതിന് 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു 5-6 ഫോട്ടോ അവിടെ നിർത്തുന്നുണ്ടായിരുന്നു. ഫോട്ടോ മേടിക്കുന്നു. പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുത്താൽ പറയുന്നുണ്ട്. അതെ അതെ. ഞങ്ങളെ സ്നോ സ്റ്റോമിലത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിരിക്കുന്നത് ഗംഭീര എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഒന്നും പറയാം. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് അവിടെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം അല്ല, ആദ്യത്തിനേക്കാളും വല്ല റൈഡുകൾ കൂടി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റൈഡ്സ് എല്ലാം ഓൾമോസ്റ്റ് ഉള്ള പോലെ തന്നെ. അധികം കുട്ടികളായിരുന്നു. ഓക്കെ ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ വാട്ടർ ഗെയിമാണ്. കടക്കുമ്പോൾ തന്നെ നല്ലൊരു ചിരി എന്ന സെക്യൂരിറ്റി ഞങ്ങൾ സ്വാഗതം ചെയ്തു.
ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായി തോന്നിയത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാഫുകളാണ്. വാട്ടർ ഗെയിമുകളിലേക്കാണ് കടക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് ടെമ്പറേച്ചർ നോക്കുവാനുള്ള സംവിധാനത്തിലൂടെയാണ് കടന്നു പോകേണ്ടത്. അത് കഴിഞ്ഞ് ഒരു സ്റ്റാഫ് ഇനിയുള്ള ഗെയിമുകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നു. അവിടെ നിന്നും നേരെ പോയത് സ്ട്രൈക്കിംഗ് കാർ എന്ന ഗെയിമിൽ കയറാനായിരുന്നു. പക്ഷെ അവിടെ ക്യൂ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ ഹൊറർ ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. പേടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഇഷ്ടപ്പെട്ടത് ഇൻഫിനിറ്റി റൂമും മിറർ മെയ്സും ആയിരുന്നു. ഏതാ ക്ലാസ് എന്നറിയില്ല കേട്ടോ. അതാണ് അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാല് തൊട്ടോക്കണ്ട് പോകാൻ പറ്റില്ല. ഇത്ര നേരം കോസ്റ്റോളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോയത് വാട്ടർ ഗെയിമുകളിലേക്കാണ്. ആദ്യം ചൂസ് ചെയ്ത് ജുറാസിക് സ്പ്ലാഷ് എന്നൊരു ഐറ്റം ആയിരുന്നു. രണ്ടാൾക്ക് ഇരിക്കാവുന്ന കുഞ്ഞു പോട്ട് ഒരു ട്രാക്കിലൂടെ പതുക്കെ മേലോട്ട് കയറി അവിടെ നിന്നും ബും എന്ന് താഴെ വെള്ളത്തിലേക്ക് പതിക്കുന്ന ഒരു ബോംബ് പ്ലാസ്റ്റിക് ഗെയിം തന്നെയായിരുന്നു അത്. നനച്ചിടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കാല് പൊള്ളിക്കൊണ്ടിരിക്കാണ്ട് ചൂട് കാരണം. അടുത്തതായിട്ട് വാട്ടർ റൈഡുകളിൽ മെയിൻ സ്ലൈഡ് റൈഡുകളുള്ള ഒരു ബിൽഡിങ്ങിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കയറുമ്പോൾ തന്നെ നമ്മുടെ കാലുകളൊക്കെ ഇവിടെ കഴുകേണ്ടതുണ്ട്. സൂപ്പർ സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു റൈഡാണ് അത്. അപ്പോൾ അതിലാണ് നമ്മുടെ സുനിൽ ബ്രോ പോകാൻ പോണം. യെസ്, രണ്ടാളുകൾക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന വൈൽഡ് റാഫ്റ്റ് റൈഡാണ് ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഐറ്റം. അങ്ങനെ അതാ ഞങ്ങൾ അടുത്ത റൈഡ് അവിടുന്ന് വന്ന് ഇവിടെ വെള്ളത്തിൽ മറിഞ്ഞുട്ടാ. മറഞ്ഞാലും നമുക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ അടുത്തതായിട്ട് നിസാമും ഫൈസിമോനും രണ്ടാമത്തെയാണ്. ഫൈസിമോൻ അത്ര കണ്ട് ഇഷ്ടമായി. നിസാമെ കാല് ക്ലോസ് ചെയ്ത് നോക്ക്. ക്രോസ് വെച്ചോ. അതാ രണ്ടെണ്ണം കൂടി പോയിട്ടുണ്ട്. അടിയിൽ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവരും പറഞ്ഞു. നമ്മുടെ ഫൈസിമോൻ ഷീറ്റ് വഴി പോവാണ്. അവിടെ എത്തുമെന്ന് അറിയില്ല. അതാ പോയിട്ടുണ്ട്. പോയി വെള്ളത്തിൽ വീഴും. മുങ്ങിയിട്ടുണ്ട്. നിസാം പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഈ റൈഡ് കയറുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ റൈഡ്. ടർബോ എന്ന് പറയുന്ന വാട്ടർ സ്ലൈഡാണിത്. നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കുഴലിലൂടെ തിരിഞ്ഞും മറിഞ്ഞും പോയി ഹൈറ്റിൽ നിന്ന് ഒരു കുളത്തിലേക്ക് വീഴുന്ന ഫീലാണ് ഈ റൈഡിൽ കിട്ടുന്നത്. വീണ് കഴിഞ്ഞാൽ അവിടെ താഴെയുള്ള സ്റ്റാഫ് ഒരു വടി ഇട്ട് തരും. അത് വടി അന്വേഷിക്കുന്നുണ്ട്. സക്സസ്ഫുള്ളി നിസാം കംപ്ലീറ്റഡ്. നിസാം അതാ പടവുകൾ കയറി വരുന്നു. നിസാമാണ് ആദ്യം ചെയ്തത്, അതിനുശേഷം സുനിൽ ബ്രോ ചെയ്തു, അതിനുശേഷം ഞാൻ ചെയ്തു. സംഭവം അടിപൊളിയായിരുന്നു. അടിപൊളിക്കില്ല, ഗംഭീര എക്സ്പീരിയൻസാ. ആരും മിസ്സാക്കരുത്. ഞങ്ങൾ ഇതുവരെ സ്ലൈഡിലത്തെ ഒന്നും മിസ്സാക്കിയില്ല. ലാസ്റ്റ് പോയത് നല്ല മേലെന്ന് വലിയൊരു കുളത്തേക്ക് വീണ പോലെ പോകും. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അടിപൊളി. അപ്പോൾ വേറൊരു സ്ലൈഡ് ഉണ്ടാവും, ഒന്നുകൂടി ഹൈറ്റിൽ വന്നിട്ടുള്ള മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്ലൈഡിലാണ് പോകാൻ പറ്റും. നിസാമാണ് നമ്മൾ ആദ്യം. അതെ, നിസാമിന് ആദ്യമൊക്കെ പേടിയിരുന്നു, ആദ്യം ലാസ്റ്റ് കയറിയെന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഒന്നും കൂടി ധൈര്യമായിട്ടുണ്ട്. നിസാം ഓൾ ദി ബെസ്റ്റ്. ഇവിടെ നിന്നാണ് നമ്മുടെ നിസാമിന്റെ പേടി തുടങ്ങുന്നത് കേട്ടോ. ആദ്യം സ്ലൈഡ് ചെയ്യാൻ വേണ്ടി കയറിയിരുന്നെങ്കിലും സ്ലൈഡ് ചെയ്യാൻ പോകുന്ന ഹൈറ്റ് കണ്ടപ്പോൾ ആശാനൊന്ന് വിറച്ചു. കൂടെ ഉണ്ടായിരുന്ന സുനിൽ ബ്രോ ധൈര്യം കൊടുത്തെങ്കിലും ആശാൻ വഴങ്ങിയില്ല. പകരം സുനിൽ ബ്രോ കയറിയിരുന്ന് സ്ലൈഡ് ചെയ്ത് പോരേണ്ടി വന്നു. സ്റ്റാർട്ട് ചെയ്തിരിക്കണോ? കീഴെ വന്നിട്ടുണ്ട്. ബൂമറാങ് സ്ലൈഡ് എന്നറിയപ്പെടുന്ന വാട്ടർ സ്ലൈഡാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഐറ്റം. ഒരു കുഴലിനുള്ളിലൂടെ കടന്ന് മറ്റൊരു തളികയിൽ ചെന്ന് വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും തത്തിക്കളിച്ച് അവസാനം വെള്ളത്തിൽ വീഴുന്ന ഒരു ടൈപ്പ് റൈഡാണ്. എക്സ്പീരിയൻസ് എക്സ്ട്രീം റഷസ് ഇൻ റിപ്പീറ്റ് എന്നതാണ് എൻ്റെ പരസ്യവാചകം. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാൻ നിങ്ങൾ കണ്ടാസ്വദിക്കും. അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഭയാനകമായ സംഭവമാണ്. കണ്ടല്ലോ, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യണതിന്. അക്വാ ലൂപ്പ് സ്ലൈഡ് സിൽവർ സ്റ്റോമിലെ ഏറ്റവും ലേറ്റസ്റ്റ് സ്ലൈഡ് ആണ്. അതിൽ കയറാനാണ് നിസാമിനെ ഇപ്പം നിർബന്ധിക്കുന്നത്. സത്യം പറഞ്ഞത് കണ്ടിട്ട് എനിക്കും പേടി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം
തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കുറ്റവാളി നിൽക്കണ പോലെയാണ് ഇതിൽ നിൽക്കേണ്ടത്. കഴുത്തിൽ കയറില്ലെന്നേ ഉള്ളൂ. അതേ ഒരു സിസ്റ്റം തന്നെയാണ്. എന്തായാലും ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി നിസാം അതിൽ കയറിയെങ്കിലും ആരെങ്കിലും പോയത് കണ്ടിട്ട് കയറാമെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി. പകരം സുനിൽ ബ്രോ അക്വാരിയം സ്ലൈഡിൽ പോകാനുള്ള ചലഞ്ച് ഏറ്റെടുത്തു. സുനിൽ കാല് വെച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പുള്ള സ്പേസ് ഓപ്പറേറ്റർ സ്വിച്ച് അമർത്തുമ്പോൾ തുറക്കും. അപ്പൊ ലൂപ്പിലൂടെ ഊർന്നിറങ്ങി ആ കാണുന്ന സ്പോട്ടിൽ ചെന്നാണ് പതിക്കുക. ക്ലോസ് ചെയ്യാൻ പോകണം. ഓക്കെ, അതിനി അവിടെ ചെന്നിട്ടാണ്. അടുത്തത് എൻ്റെ ഊഴാണ്. പേടിയൊക്കെ ഉണ്ടെങ്കിലും പോവാതെ പറ്റില്ലല്ല. അമ്മാതിരി മോട്ടിവേഷനാണ് ഇത്ര നേരം നിസാമിന് കൊടുത്തുകൊണ്ടിരുന്നത്. മോട്ടിവേഷൻ കൊടുത്ത ആൾ ഈ ഉദ്യമത്തിന് നിന്നില്ലെങ്കിൽ അതിലും വലിയ തോൽവിയുണ്ട. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റാ 360 ക്യാമറ ഉണ്ട്. അതും കൊണ്ട് താഴേക്ക് പോകാണ് പരിപാടി. പിന്നീട് ആലോചിച്ചപ്പോൾ അത് റിസ്ക്കായി തോന്നിയതുകൊണ്ട് ക്യാമറ തിരിച്ചു കൊടുക്കും. അത്യാവശ്യം പേടിയുണ്ടിട്ടാ, എങ്കിലും പോവുക തന്നെ. ഓപ്പറേറ്റർ സ്വിച്ച് അമർത്തുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഗംഭീര അനുഭവം തന്നെ ആയിരുന്നു. അമേസിങ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്താണ് നടക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടാതെ ലക്ഷ്യത്തിലെത്തി. നമ്മുടെ കയ്യിൽ എത്ര സമയം ഉണ്ടെങ്കിലും ഇതുപോലെ എൻജോയ്മെന്റ് കിട്ടുന്ന സ്ഥലത്ത് അതൊന്നും മതിയാണ്ടാവും. ഇപ്പൊ തന്നെ റൈഡിലൊക്കെ കയറി സമയം പോയതറിഞ്ഞില്ല. വിശപ്പ് തോന്നിയത് കൊണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു ഇടവേള എടുത്ത് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകും. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നിട്ട് ഞങ്ങൾ 2 ബിരിയാണിയും ഒരു റൈസുമാണ് പറഞ്ഞത്. എൻ്റെ പായസം നിസാം എടുത്തുണ്ട് അല്ലേ? നിസാം പോണ വഴിക്ക് വേറെ മേടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം കൊണ്ട് മാത്രം ഭക്ഷണമൊക്കെ കൊള്ളാം കേട്ടോ, നോർമൽ ടേസ്റ്റ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ അസാധ്യ തിരക്കാണെങ്കിലും സീറ്റിംഗ് കപ്പാസിറ്റിയും സ്റ്റാഫൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഞങ്ങൾ ഇറങ്ങണമെന്ന് വിചാരിച്ചത് വേൾപൂളിലായിരുന്നു. നിശ്ചിത സമയങ്ങളിൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് കരക്കിരുന്ന് കുറച്ച് നേരം ആസ്വദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളിനി റൂമിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു. ആ ഉണ്ട്, 5 സൈക്കിൾ ഡയറീസ്. 5 സൈക്കിൾ ഡയറീസ്. അവിടെ കണ്ട ബട്ടർഫ്ലൈ ഗാർഡനിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിൽവർ സ്റ്റോമിൽ പോയിക്കൊണ്ടിരിക്കേണ്ട ആ റൂം ഒക്കെ ലോക്ക് ചെയ്തിട്ട് ചാവി കൊണ്ടുവെക്കാൻ പോയിരിക്കുന്നത് നമ്മുടെ സുനിപ്രോ നിസാമൊക്കെ. സ്റ്റോമിൻ്റെ റൈഡുകൾ നമുക്ക് ഇവിടെ തന്നെ കാണുന്നുണ്ട്. പക്ഷെ അവിടുത്തെ സൗണ്ടും നമ്മളവിടെ ബാധിക്കുന്നില്ല കേട്ടോ. ഇത്രയധികം ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് ബാധിക്കുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സുനിൽ കാരണം 2 ദിവസം നല്ലൊരു ട്രീറ്റ് എന്ന സിൽവർ സ്റ്റോമിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂവർ സംഘം തിരിച്ചു പോവുകയാണ്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ് 5 സൈക്കിൾ ഡയറീസ്. ബൈ ബൈ.